ഹലോ, ഇന്ന് നമുക്കൊരു വാഗമൺ ട്രിപ്പ് പോയി വന്നാലോ? കോട്ടയം, ഇടുക്കി ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഒരു വിനോദസഞ്ചാര ഹിൽ സ്റ്റേഷനാണ് വാഗമൺ. സമുദ്രതലപ്പിൽ നിന്ന് 1100 മീറ്റർ, അതായത് 3600 അടി സ്ഥിതി ചെയ്യുന്ന വാഗമണിൽ പൊതുവെ തണുപ്പായ കാലാവസ്ഥയാണ് അനുഭവപ്പെടാറുള്ളത്. ഞങ്ങൾ അതിരാവിലെ 4:30 തന്നെ ഞങ്ങളുടെ യാത്ര പുറപ്പെട്ടു. നല്ല റോഡായ കാരണം വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ തന്നെ യാത്ര നമുക്ക് സുഖകരം എന്ന് തന്നെ പറയാൻ പറ്റും. ഞങ്ങൾ 1 ഡേ ട്രിപ്പിന് വേണ്ടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. പക്ഷേ അതിൽ ഓഫ് റോഡ് ജീപ്പ് സഫാരി, പാരഗ്ലൈഡിങ് അങ്ങനെയുള്ള സാഹസികമായ നിറഞ്ഞൊക്കെ ഞങ്ങൾ ലിസ്റ്റിൽ നിന്ന് ഔട്ടാക്കി. കാരണം ഞങ്ങളുടെ കൂടെ ഒരു 4 മാസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനും കൂടി ഉണ്ടേ. വാഗമണിൽ എത്താറാവണിക്ക് മുമ്പ് ആദ്യം തന്നെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് വ്യൂ പോയിൻ്റാണ്. എന്ത് രസമാണെന്നോ അവിടെ നിന്ന് ഇങ്ങനെ ചുറ്റും നോക്കുമ്പോൾ നമുക്ക് കണ്ണെത്താ ദൂരം വരെ നമുക്ക് മലകളും കുന്നുകളും മലനിരകളും ഇങ്ങനെ നിരന്ന് നിൽക്കണതാണ്. നല്ല രസമാണ്, നല്ല കാറ്റും അവിടെ. എല്ലാവരും അവിടെ കുറച്ച് നേരം കുറച്ച് ഐസ്ക്രീം ചേട്ടന്മാരും അങ്ങനെയൊക്കെ എല്ലാം നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഐസ്ക്രീമൊക്കെ കഴിച്ച് നമുക്ക് നല്ലതാണ്, ഒന്ന് റെസ്റ്റ് എടുക്കാനൊക്കെ നല്ല രസമാണ്. ഫോട്ടോസും വീഡിയോസും റീൽസും ഒക്കെ എടുക്കാൻ പറ്റിയ പ്ലേസാണ്. പക്ഷേ നല്ലപോലെ സൂക്ഷിക്കണം. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അടിയിലൊക്കെയാണ് വീണ് കഴിഞ്ഞാൽ പിന്നെ തീർന്നു. ഞങ്ങളിപ്പോൾ വേഗം കുറച്ച് വീഡിയോസും ചറപറ ഫോട്ടോസും എടുത്തിട്ട് അടുത്ത സ്പോട്ടിലേക്ക് ഞങ്ങൾ പോയി. ഹിൽ സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മളുടെ മനസ്സിൽ ആദ്യം വരുന്നത് തന്നെ തേയിലത്തോട്ടങ്ങളാണ്. അതും ഇവിടെ ധാരാളമുണ്ട്. നമ്മൾക്ക് നല്ല രസമാണ് തേയിലത്തോട്ടങ്ങൾ കാണാൻ. നോക്കി ഇങ്ങനെ നിൽക്കും. അതിൽ ഫോട്ടോസും റീൽസൊക്കെ എടുക്കുമ്പോൾ എന്തു ഭംഗിയാണ് കാണാൻ. ആൾക്കാരൊക്കെ ഇറങ്ങി നിന്ന് ഫോട്ടോസും റീൽസും ഒക്കെ എടുത്ത് പോകുന്നുണ്ട്. നല്ല രസമുണ്ട്. അവിടെ ഞങ്ങൾ ചറപറ കുറച്ച് ഫോട്ടോസ് എടുത്തു. വാഗമണിൽ എത്തിയിട്ട് ഞങ്ങൾ ആദ്യം തന്നെ പോകുന്നത് മുട്ടക്കുന്നുകൾ കാണാൻ വേണ്ടിയായിരുന്നു. വാഗമണിലെ ഒരു ഹൈലൈറ്റ് തന്നെയാണ് ഈ മുട്ടക്കുന്നുകൾ. അതുതന്നെയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ എന്ന് പറയുന്നത് തന്നെ. ടിക്കറ്റ് എടുത്തിട്ട് വേണം ഈ മീഡോസിലേക്ക് കയറാൻ. മുതിർന്നവർക്ക് 25 രൂപ മാത്രമേ ഉള്ളൂ ഒരു ടിക്കറ്റ് റേറ്റ്. കുറച്ച് മുമ്പോട്ട് നടന്നിട്ട് വേണം ഈ കുന്നുകളൊക്കെ എത്താൻ. നല്ല മനോഹരമായിട്ട് തന്നെയാണ് ഇവർ നടപ്പാത ഒരുക്കിയിരിക്കുന്നത്. 2 സൈഡിലും നല്ല പൂക്കളും ചെടികളും ബുഷുകളൊക്കെ നിറഞ്ഞ് നല്ല രീതിയിൽ തന്നെ അത് വെട്ടി നിരത്തി നല്ല രീതിയിലാക്കിയിട്ടുണ്ട്. ഇതിനപ്പുറത്ത് നോക്കുമ്പോൾ ഫുള്ള് കാണുന്നത് കുന്നുകളാണ്. പറയുമ്പോൾ നോക്കത്താ ദൂരം വരെയും കാണുന്നത് ഈ മുട്ടക്കുന്നുകളാണ്. എല്ലാ കുന്നും ചെരുവുകളിലും ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ കാടുകൾ കാണാം. ബാക്കി എല്ലാം കുന്നുകൾ തന്നെ. വീക്കെൻഡായ കാരണം നല്ല തിരക്കുണ്ടായി. ഇവിടെ കുറച്ച് ആക്ടിവിറ്റി ഏരിയ പോലെയൊക്കെ ഉണ്ട്. അതിൽ സിപ്പ് ലൈൻ, സ്കൈ സൈക്ലിംഗ് ഒക്കെ ഉണ്ട്. അതിൽ കയറി ഞങ്ങളും ഒന്ന് പരീക്ഷിച്ചു കേട്ടോ. സൂപ്പറായിരുന്നു. നിങ്ങളും പറ്റിയ ട്രൈ ചെയ്യണം. ഈ കുന്നുകളുടെ നടുക്കൊരു തടാകമുണ്ട്. അവിടെയാണ് ബോട്ടിംഗ് സൗകര്യങ്ങളൊക്കെ ആക്കി വെച്ചിരിക്കുന്നത്. കയാക്കിംഗ്, ബോട്ടിംഗ് എല്ലാ സൗകര്യവും ഉണ്ട്. ഒക്കെ അവിടെ കിടക്കുന്നത് കാണാം. നമുക്ക് ഈ ആക്ടിവിറ്റി എല്ലാം ചെയ്യാൻ തന്നെ സെപ്പറേറ്റ് ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് കയറാൻ. റേറ്റ് വരുന്നത് കയാക്കിംഗ് ഒരാൾക്ക് 150, ഡബിൾ വരുമ്പോൾ 250, കുട്ടവഞ്ചി 200, പിന്നെ റൗളിംഗ് ബോട്ട് 500. എനിക്ക് പ്രത്യേകിച്ചൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ അവിടെ ചെല്ലുമ്പോൾ പരമാവധി ക്യാഷ് കയ്യിൽ വെക്കാൻ നോക്കുക. എന്താ വെച്ചാൽ ഈ റൈഡിലൊക്കെ കയറുമ്പോൾ നമ്മൾ വിചാരിക്കും ഗൂഗിൾ പേ ചെയ്യാമെന്ന്. ഒരു രക്ഷയില്ല. അവിടെ നെറ്റ് എന്ന് പറഞ്ഞ സാധനം കിട്ടില്ല. ഒരു റേഞ്ച് ഇല്ലാത്ത സ്ഥലമാണ്. അവിടെ എത്തുമ്പോഴേക്കും ഫോൺ നമ്മളോട് ടാറ്റ ബൈ ബൈ എന്ന് പറഞ്ഞിട്ട് അത് കിടന്നുറങ്ങും. അതിനും വേണ്ടി ഒരു റെസ്റ്റ്. ഞങ്ങളും അവിടെ കുറേ നേരം എൻജോയ് ചെയ്തു. പിന്നെ ആകെയുള്ളൊരു ബുദ്ധിമുട്ട് എന്ന് പറയാൻ ഞങ്ങൾക്ക് തോന്നിയത് നല്ല കാറ്റായിരുന്നു, അപാരക്കാറ്റ്. മോന് വെച്ചാൽ 4.5 മാസം ആവണുണ്ടായുള്ളൂ. അതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ടുണ്ടായി. പക്ഷേ ഞങ്ങളെന്ന് വെച്ചാൽ കാറ്റ് വരുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ നിന്നു. അപ്പോൾ അവന് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഫുള്ള് കവേർഡായിരുന്നു. ഡ്രസ്സും ഞങ്ങൾ പുതപ്പും ഷോളും എല്ലാം എടുത്തിരുന്നു. എന്നാലും അവന് തണുപ്പ് ഭയങ്കര തുടക്കമേ ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അവന് തണുപ്പ് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. കാറ്റിൻ്റെ മാത്രമായിരുന്നു ഒരു പ്രശ്നം. എന്നാലും ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ കുഞ്ഞാവേഗല എൻജോയ് ഒക്കെ ചെയ്ത് ഞങ്ങൾ അത്യാവശ്യം കുറച്ച് ചറബറ ഫോട്ടോസൊക്കെ എടുത്തിട്ട് റൈഡിലേക്ക് അങ്ങോട്ട് നീങ്ങി. വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ സിപ്പ് ലൈൻ. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം. അതിലും ടിക്കറ്റ് ഉണ്ട്. സിപ്പ് ലൈനിന് 400, സ്കൈ സൈക്ലിംഗ് 400. ഇനി അത് 2 കോംബോ ആയിട്ടാണെങ്കിൽ 600 രൂപ അങ്ങനെയായിരുന്നു. അപ്പോൾ ഞാനും എൻ്റെ മൂത്ത മോനും ഞങ്ങളൊന്ന് ട്രൈ ചെയ്തു. അതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ആദ്യം എനിക്ക് ചെറിയൊരു പേടി ഉണ്ടായി. പക്ഷേ അവിടെ ചെന്ന് നമ്മൾക്കവിടെ നിൽക്കുമ്പോൾ അത് ഒരു വല്ലാത്തൊരു ഫീലിംഗ് തന്നെയാണ്. നമുക്ക് നിൽക്കണേക്ക് മുമ്പ് തന്നെ അവർ ഗൈഡ് ലൈൻസൊക്കെ നമുക്ക് പറഞ്ഞു തരും എങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം. പെട്ടെന്നൊരു ജെർക്കിങ് ഉണ്ടാവും, പേടിക്കണ്ട എന്നൊക്കെ പറയും.
അത് കഴിഞ്ഞിട്ട് അവരൊരു തള്ളിവിടലാണ്. എൻ്റെ പൊളി അടിപൊളിയായിരുന്നു. നമ്മൾ അതിലേ അങ്ങോട്ട് പോകുമ്പോൾ അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ. ഒരു പേടി ഉണ്ടായില്ല, ശരിക്കും വല്ലാത്തൊരു സന്തോഷമായിരുന്നു. മോൻ എൻ്റെ കണ്ടപ്പോഴാണ് അവനും ഒരാഗ്രഹം പറഞ്ഞത്. എനിക്ക് ആദ്യം ഒരു പേടി ഉണ്ടായി, പക്ഷേ ഞാൻ നോക്കിയപ്പോൾ അവനേക്കാളും ചെറിയ കുട്ടികൾ ഇത് ചെയ്യുന്നുണ്ട്, ഒരു കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് അവനും എൻജോയ് ചെയ്തു. നമുക്ക് ഇങ്ങനെയൊക്കെയല്ലേ നമുക്ക് കുട്ടികളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളും ചെയ്യാൻ പറ്റുന്ന സമയത്ത് ഇതിപ്പോൾ ഓൾമോസ്റ്റ് എല്ലായിടത്തും തന്നെ ഒരു ആക്ടിവിറ്റിയിൽ ഇത് ഉൾപ്പെടുത്തുന്നുണ്ട്. നല്ലൊരു ഇത് തന്നെയാണ്. എല്ലാവരും ട്രൈ ചെയ്യുക, നല്ല രസമാണ് അത്. എനിക്ക് പറയുമ്പോൾ തന്നെ സന്തോഷം, എനിക്ക് അന്നത്തെ സന്തോഷം ഇപ്പോൾ വരുന്നു ഇപ്പോഴും. പാരഗ്ലൈഡിംഗ് ഒക്കെ കാണാൻ സൂപ്പറായിരുന്നു. എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട്. കുഞ്ഞുവാവുള്ള കാരണം ഞങ്ങൾ ആ സാഹസം ഒക്കെ തൽക്കാലം ഞങ്ങൾ വേണ്ടാന്ന് വെച്ചു. അത് കഴിഞ്ഞ് പതുക്കനെ ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഹോട്ടൽ ചെക്കിങ്ങിന് പോയി. സ്റ്റേ ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുത്ത റിസോർട്ട് പൈൻ ക്ലഫ് റിസോർട്ടാണ്. എൻ്റെ പൊന്നെ, ചില്ലാവാൻ വേണ്ടി ഒരു അടിപൊളി റിസോർട്ട് തന്നെയാണ് കേട്ടോ. അത് മലമുകളിലാണ്, നല്ല രസമാണ്. അത് എനിക്ക് ആകെ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയാൻ വേണ്ടി തോന്നിയത് അവിടെ കയറി ചെല്ലും മുമ്പിച്ച് റോഡ് കുത്തനെയാണ്, നമ്മൾ ജീവൻ പിടിച്ച് വേണം ഇരിക്കാൻ. പിന്നെ പൊതുവെ റോഡ് കുറച്ച് മോശമായിരുന്നു, പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞാൽ എൻ്റെ പൊന്നെ, നമ്മൾ അടിപൊളി ആ പൂളൊക്കെ ആയിട്ട് സൂപ്പറായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ വേഗം ഫ്രഷായിട്ട് അടുത്ത സ്പോട്ടിലേക്ക് പോയി. വാഗമണിൽ വന്നാൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒന്നാണ് പൈൻ ഫോറസ്റ്റ്. വാഗമൺ ടൗണിൽ നിന്ന് ഒരു 5.5 കിലോമീറ്റർ ആയിരിക്കും പൈൻ ഫോറസ്റ്റിലേക്കുള്ളത്. അവിടെ കാർ പാർക്ക് ചെയ്തിട്ട് നമുക്കൊരു 100 മീറ്ററോളം മാത്രം നടക്കാനുള്ളൂ. അപ്പോഴേക്കും നമ്മൾ പൈൻ ഫോറസ്റ്റിലെത്തും. അതിൽ 2 സൈഡ് വഴികളിലും കടകളൊക്കെ കാണാം, വഴിയോടെ കടകൾ കാണാം. പ്രധാനമായിട്ട് ഇവിടെ എന്താണ് കിട്ടുന്നതെന്ന് വെച്ചാൽ മെയിനായിട്ട് അവിടെ തന്നെ ഉണ്ടാവുന്ന തേയില, ഹോം മെയ്ഡ് ചോക്ലേറ്റ്, ഇതൊക്കെയാണ് അവിടെ കിട്ടുന്നത്. തേൻ. ഒരാൾക്ക് ടിക്കറ്റ് 10 രൂപയേ ഉള്ളൂ. ഇവിടെ വഴിയൊക്കെ കല്ലൊക്കെ പാകി നല്ലപോലെ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട് ഇവർ. ഞങ്ങൾ ചെന്നപ്പോൾ ഓൾമോസ്റ്റ് വൈകുന്നേരത്തെ ആ വൈബൊക്കെ ആയി തുടങ്ങി. സൂര്യനൊക്കെ അസ്തമിക്കണേണ്ട ചെറിയ രീതിയിലൊരു കോടയൊക്കെ ആയി തുടങ്ങി. എന്നാലും അതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ സൂര്യൻ്റെ ആ അസ്തമിക്കണതൊക്കെ നല്ല രസമായിരുന്നു കാണാൻ. അതൊരു വല്ലാത്തൊരു ഫീൽ തന്നെയായിരുന്നു കേട്ടോ. നടപ്പാതയുടെയൊക്കെ സൈഡിൽ സ്റ്റീലിൻ്റെ കൈവരി വെച്ചിരുന്നു. അപ്പോൾ നല്ലപോലെ നമുക്ക് സൂക്ഷിച്ചൊക്കെ പിടിച്ചൊക്കെ നടന്നു പോകാമല്ലോ. നല്ല തിരക്കുണ്ടായിരുന്നു വീക്കെൻഡ് കാരണം. പിന്നെ വെഡ്ഡിങ് ഷൂട്ട് അങ്ങനെയൊക്കെ നടക്കുന്നുണ്ടായി. ഇനി നമ്മളെങ്ങാനും ക്യാമറ എടുക്കാൻ മറന്നാലും സങ്കടം വേണ്ട. എന്താ വെച്ചാൽ അപ്പോൾ തന്നെ ഫോട്ടോ എടുത്ത് അപ്പോൾ തന്നെ പ്രിൻറ്റ് ചെയ്ത് തരുന്ന ഫോട്ടോഗ്രാഫേഴ്സും അവിടെയുണ്ട്. ഞങ്ങളും ഫോട്ടോസ് ചെറുപാടെടുത്തു. റിസോർട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ സൂപ്പർ പൂളുണ്ട്. വൈകുന്നേരം ആയപ്പോഴേക്കും ഒരു വല്ലാത്തൊരു വൈബ് തന്നെയായിരുന്നു. പക്ഷേ നല്ലപോലെ കോട ഇറങ്ങി നല്ല തണുപ്പുമായിരുന്നു. അതുകൊണ്ട് പൂള് ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയില്ല. ഞങ്ങൾക്ക് തന്നെയല്ല, എനിക്ക് തോന്നുന്നു അന്ന് അവിടെ ആരും പൂൾ ഉപയോഗിക്കുന്നുണ്ടായിരുന്നില്ല. അമ്മാതിരി തണുപ്പായിരുന്നു. നമ്മളെങ്ങാനും പൂളിൽ ഇറങ്ങിയിരുന്നെങ്കിൽ ഐസായിട്ട് പുറത്ത് വരേണ്ടി വന്നേനെ. അതേപോലെയായിരുന്നു. നല്ല രസമായിരുന്നു. മൂടിക്കൂടെയൊക്കെ നോക്കാൻ നല്ല നല്ല റെയിൻബോ ഒക്കെ കണ്ട് നല്ല രസമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അവിടെ ഇങ്ങനെ ആസ്വദിച്ച് അപ്പോഴേക്കും ടയേർഡായി. മോനൊക്കെ റൂമിൽ ഒന്ന് ഞങ്ങൾ ഫുൾ കവർ ഡ്രസ്സൊക്കെ ഇടിപ്പിച്ച് കുറച്ചൊക്കെ അവനെ കളിച്ച് തീരിപ്പിച്ച് അവൻ വേഗം കിടന്നുറങ്ങി. നല്ല ക്ഷീണമായിരുന്നല്ലോ യാത്രയും എല്ലാനും ആയിട്ട്. രാത്രി ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ചെയ്ത് തന്നിരുന്നു. സൂപ്പറായിരുന്നു. എല്ലാവരും പറ്റിയാൽ വാഗമണിൽ പോകുമ്പോൾ പൈൻ ക്ലഫിലും കൂടെ ഒന്ന് പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുക. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്